യോഹന്നാൻ 15:14 ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെയെന്നും 14:21 എൻ്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്നും നമ്മളുടെ കർത്താവായ യേശു പറഞ്ഞിരിക്കുന്നുവല്ലോ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, രണ്ടു വ്യക്തികൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ അല്ലേ അവർ തമ്മിൽ സ്നേഹിതരായി തീരുന്നത്? നമ്മളുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നമുക്ക് തിരിച്ചു നമ്മളുടെ കർത്താവിനെ സ്നേഹിക്കുവാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നാം കർത്താവിന്റെ കൽപ്പനകളെ പ്രമാണിക്കണം. ലൂക്കോസ് 10:29 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ മുറിവേറ്റ് അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് പുരോഹിതനും ലേവ്യനും മാറി കടന്നുപോയപ്പോൾ ഒരു ശമരിയക്കാരൻ അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികിലെത്തി മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞിട്ട്, ഈ 3 പേരിൽ ആരാകുന്നു മുറിവേറ്റുകിടന്ന മനുഷ്യന് കൂട്ടുകാരനായി തീർന്നത് എന്ന യേശുവിന്റെ ചോദ്യത്തിന് അവനോട് കരുണ കാണിച്ചവൻ തന്നെയെന്ന് ഉത്തരം പറഞ്ഞതുപോലെ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കർത്താവിന്റെ സ്നേഹിതന്മാർ ആകുന്നു എങ്കിൽ നിങ്ങൾ എത്ര ആഴത്തിൽ മുറിവേറ്റ് അർത്ഥപ്രാണരായി എവിടെ കിടന്നാലും നിങ്ങളെ കണ്ടിട്ട് ആരെല്ലാം മാറിപ്പോയാലും ഒരിക്കലും മാറിപ്പോകാതെ നിങ്ങളോട് മനസ്സലിഞ്ഞ് നിങ്ങളുടെ അരികിലെത്തി മുറിവുകളെ കെട്ടി എത്തിക്കേണ്ടിയ ഇടത്ത് കൊണ്ടെത്തിച്ച് രക്ഷിക്കുന്ന യേശു നിങ്ങൾക്ക് നല്ല സ്നേഹിതനായിട്ടുള്ളതിനാൽ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ നമുക്ക് ധൈര്യമായിരിക്കാം. ദൈവം അതിന് നമുക്ക് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.